പാകിസ്ഥാനെതിരെയുള്ള നിലപാട് കടുപ്പിച്ച ഇന്ത്യ ആക്രമണത്തിന് പിന്നിലെ പാകിസ്ഥാൻ ബന്ധം തെളിയിക്കുന്ന തെളിവുകൾ ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തി. 13 രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാരുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു. പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീരിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ കരസേന സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തും. അതേസമയം പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ്. അതിർത്തി കടന്നെന്ന് ആരോപിച്ച് കസ്റ്റഡിയിലെടുത്ത ജവാനെ കൈമാറാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല. 3 ഫ്ളാഗ് മീറ്റിംഗുകൾ നടന്നെങ്കിലും ജവാനെ ഇപ്പോഴും പാകിസ്ഥാൻ കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ശ്രീനഗറിൽ നിന്നും ബാലഗോപാൽ ചേരുന്നുണ്ട്. ബാലഗോപാൽ, എന്തൊക്കെ തെളിവുകളാണ് ഇന്ത്യ നിരത്തുന്നത്? അതായത് പാകിസ്ഥാന് ഈ ഭീകരാക്രമണത്തിലുള്ള ബന്ധം കാണിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട എന്തൊക്കെ തെളിവുകളാണ് ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നിരത്തിയിട്ടുള്ളത്? ഹിമ, പാകിസ്ഥാനെതിരായ നീക്കം ഇന്ത്യ കടുപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർക്ക് ഇന്ത്യ ഈ പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാൻ ബന്ധം സംബന്ധിച്ചുള്ള ശക്തമായ തെളിവുകൾ കൈമാറുന്നു എന്നതാണ് വളരെ സുപ്രധാനമായ കാര്യം. കാരണം പാകിസ്ഥാൻ നേരത്തെ ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ തങ്ങൾക്ക് ബന്ധമില്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകത്തെ 13 തലവന്മാരുമായി കഴിഞ്ഞ ദിവസം ടെലിഫോണിൽ ബന്ധപ്പെട്ട് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കൈമാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇതിനു പുറമെ ഡൽഹിയിലുള്ള വിവിധ രാജ്യങ്ങളിലെ അംബാസിഡർമാരുമായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ത്രിയും ഈ കാര്യങ്ങളെല്ലാം, അതായത് പാക് ബന്ധം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. 30ഓളം അംബാസിഡർമാരെ വിക്രം മിസ്ത്രി കണ്ട് ഈ പാക് ബന്ധം സംബന്ധിച്ചുള്ള തെളിവുകൾ നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പ്രധാനമായും 3 തരത്തിലുള്ള തെളിവുകളാണ് ഇന്ത്യ കൈമാറുന്നത്. അതിലേറ്റവും സുപ്രധാനമായ കാര്യം ഈ സാങ്കേതിക തെളിവുകൾ, അതായത് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട സാങ്കേതിക തെളിവുകൾ ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ആ തെളിവുകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഈ വിദേശ രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതിനു പുറമെ ഈ രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ, അതുപോലെ ഈ ദൃക്സാക്ഷി മൊഴികൾ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റ് വിദേശ രാജ്യങ്ങളെ ഇന്ത്യ രേഖാമൂലം തന്നെ അറിയിക്കുന്നുണ്ട് എന്നതാണ് സുപ്രധാനമായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ തെളിവുകളുടെ ഒക്കെ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാനെതിരായ നീക്കം കടുപ്പിക്കാൻ വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ മധ്യസ്ഥ ശ്രമങ്ങൾക്ക് ഇറാൻ മുന്നോട്ട് വരാം, അല്ലെങ്കിൽ ഇറാൻ ഈ 2 രാജ്യങ്ങളുമായി, ഇന്ത്യയുമായും പാകിസ്ഥാനുമായും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ തങ്ങൾ മുന്നോട്ട് വരാം എന്നൊക്കെ ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ആ വാഗ്ദാനത്തോട്, അല്ലെങ്കിൽ ആ നിർദ്ദേശത്തോട് ഇന്ത്യ ഇതുവരെയും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. ഇതിനു പുറമെ ഈ കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ ഇന്നലെ ഈ ശ്രീനഗർ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശന വേളയിൽ ഉദംപൂരിൽ അദ്ദേഹം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ജമ്മു കാശ്മീരിലെ മുഴുവൻ ഈ ടൂറിസ്റ്റ് സ്പോട്ടുകളിലും സുരക്ഷാ ഓഡിറ്റ് നടത്തുവാൻ വേണ്ടി കരസേന തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് അമർനാഥ് യാത്രയുടെ പശ്ചാത്തലത്തിൽ, അമർനാഥ് തീർത്ഥാടന യാത്ര നടത്തുന്ന പശ്ചാത്തലത്തിൽ മുഴുവൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലും ഇന്ത്യ ഈ സൈന്യം സുരക്ഷാ ഓഡിറ്റ് നടത്തും. ആവശ്യമെങ്കിൽ ഈ സൈന്യത്തിൻ്റെ പുനർവിന്യാസം, അതായത് ഏതെങ്കിലും മേഖലകളിൽ ഈ സുരക്ഷ കുറവാണെങ്കിൽ ആ മേഖലകളിൽ പുനർവിന്യാസം നടത്തുവാനും കരസേന തീരുമാനിച്ചു.